നമസ്കാരം. മറ്റൊരു മാസം കൂടി അവസാനിക്കുകയാണ്. ഫെബ്രുവരി മാസം അവസാനിക്കുവാൻ ഇനി അധികം ദിവസങ്ങളില്ല എന്നതാണ് വാസ്തവം. ഫെബ്രുവരി മാസവുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ചില രാശിക്കാർക്ക് മാസാവസാനത്തോടു കൂടിയാണ് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുക. ഭാഗ്യം ഇവരെ തേടിയെത്തും എന്ന് തന്നെ പരാമർശിക്കാം. മറ്റു സമയങ്ങളിൽ കൂടുതലായി അനുകൂലമല്ലാത്തതായ ചില കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം. ഇതുവരെയുള്ള ദിവസങ്ങളിൽ ഗ്രഹങ്ങൾ തുണയ്ക്കാതിരുന്നിരുന്ന ചില രാശിക്കാരെ തേടി സൗഭാഗ്യം എത്തുന്നു എന്നതാണ് വാസ്തവം. ഇവർക്ക് ഈശ്വരാനുഗ്രഹം വർദ്ധിക്കുകയും കൂടാതെ ഭാഗ്യവും അനുകൂലമായ കാര്യങ്ങളും ഈ സമയം ജീവിതത്തിലേക്ക് തേടിയെത്തുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ മാസാവസാനത്തോടുകൂടി അല്ലെങ്കിൽ മാസാവസാനത്തിന്റെ ഈ ദിവസങ്ങളിൽ അനുകൂലമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. പറയുന്നത് പൊതുഫലപ്രകാരമാകുന്നു. കർക്കിടകം രാശി. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാരാണ് കർക്കിടകം രാശിയിൽ വരുന്നത്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണ് എങ്കിൽ ഫെബ്രുവരി 24-ന് ചൊവ്വയുടെ വക്രഗതി അവസാനിക്കുന്നത് കർക്കിടകം രാശിയിലാണ്. അതിനാൽ തന്നെ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. പല വിധത്തിലുള്ള പ്രതിസന്ധികളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അവസാനിക്കുന്നതായ സമയം കടന്ന് വരാവുന്നതാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ജലതത്വരാശിയായ കർക്കിടകം ചൊവ്വയുടെ കരിനിഴലിൽ ആയിരുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ പല തരത്തിലുള്ള കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും ജീവിതത്തിൽ ചില അവസരങ്ങളിൽ അനുഭവിച്ച് പോന്നിരുന്നവരാണ് ഇവർ. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. പരിശ്രമങ്ങൾ അത് എത്ര തന്നെ നിങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിലും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുകയാണ് ചെയ്യുക. പ്രധാനമായും പ്രതീക്ഷിച്ചായ ചില കാര്യങ്ങൾ അനുകൂലമാവുകയോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുകയോ ചെയ്യാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിരാശ ജീവിതത്തിൽ വച്ച് പുലർത്തുന്നവരാണ് നിങ്ങൾ. അതിൽ നിന്നും മാറ്റങ്ങൾ വന്നു ചേരും. നിരാശ ഒരു പരിധി വരെ തരണം ചെയ്യുവാനും സാഹചര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ഭാഗ്യം തുണയ്ക്കുക, വിജയം അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലം തന്നെയാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുക. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ഡിസംബറിൽ ചൊവ്വയുടെ വക്രഗതി ആരംഭിച്ചത് ചിങ്ങം രാശിയിൽ തന്നെയാകുന്നു. ഫെബ്രുവരി 24-ന് ചൊവ്വ നേർഗതിയിലേക്ക് എത്തുന്നതിലൂടെ അഗ്നിതത്വ രാശിയായ ചിങ്ങത്തിന് ആശ്വാസത്തിനുള്ള അവസരങ്ങൾ തന്നെയാണ് കടന്നു വരിക. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വിഷമങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു എന്നതും വാസ്തവമാണ്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും. അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ദൗർലഭ്യങ്ങളുണ്ട്. പല കാര്യങ്ങളിലും ഇവർക്ക് ദൗർബല്യങ്ങൾ ഉണ്ട്. അത് തിരിച്ചറിയുവാൻ സാധിക്കുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ശക്തിയുടെ പുതിയ കേന്ദ്രങ്ങളായി മാറുകയും ചെയ്യും. ആത്മീയപരമായ വളർച്ച ചിങ്ങം രാശിക്കാർക്ക് എളുപ്പമായി തീരുന്ന സാഹചര്യങ്ങൾ തന്നെ വന്നു ചേരും. ഭാഗ്യവും ക്ഷമയും നിങ്ങൾക്ക് അനുകൂലമായി തീരും. പല കാര്യങ്ങളും ക്ഷമയോടെ ചെയ്യുവാൻ സാധിക്കുകയും ഭാഗ്യം തുണയ്ക്കുകയും ചെയ്യുന്നതിനാൽ വിജയ സാധ്യത വർദ്ധിക്കുന്നതാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതായ അവസരങ്ങളാണ് വന്നു ചേരുക. കൂടാതെ പുതിയ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നേറുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അടഞ്ഞിരിക്കുന്നതായ പല വാതിലുകളും നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതായ പല പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാൻ സാധിക്കും. ജോലി, ബിസിനസ്, വിദ്യ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില സാഹചര്യങ്ങൾ വന്നു ചേരാവുന്നതാണ്. കൂടാതെ ഈ സമയം പ്രധാനമായും നിങ്ങൾക്ക് പുതുവഴികൾ തന്നെ ജീവിതത്തിലേക്ക് തേടിയെത്താം. പല കാര്യങ്ങളിലും
നഷ്ടപ്രതാപം നിങ്ങൾക്ക് വീണ്ടെടുക്കുവാൻ സാധിക്കും. സന്തോഷവും സമാധാനവും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ സാധിക്കും. ബിസിനസ്സിലും ജോലിയിലും പല കാര്യങ്ങളും അനുകൂലമായി പ്രതിഫലിക്കുന്നതായ സമയമാകുന്നു. ഒരു തിരിച്ചുവരവിനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ്. ഇഷ്ടമുള്ള പല കാര്യങ്ങൾ ചെയ്യുവാനും വിവേകത്തോടെ തന്നെ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും സാധിക്കും. തന്ത്രപ്രധാനമായ പല നീക്കങ്ങൾ നടത്താനുള്ള അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും പ്രേരണകളും ജീവിതത്തിൽ പല രീതിയിലും അനുകൂലമായ സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കാവുന്നതാണ്. ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുക. മീനം രാശി. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ പൂരുരുട്ടാതി, അവസാന കാൽഭാഗം ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാരാകുന്നു. ഫെബ്രുവരി 18 സൂര്യൻ മീനം രാശിയിലേക്ക് എത്തുന്നതോടെ മീനം സീസൺ ആരംഭിക്കുകയാണ്. ഇതോടെ മീനം രാശിക്കാർക്ക് ഗ്രഹങ്ങളുടെ അനുഗ്രഹം തന്നെ തേടിയെത്തും. കൂടാതെ നിങ്ങളിലേക്ക് പല കാര്യങ്ങളും ആകർഷിക്കപ്പെടുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വളർച്ചയ്ക്ക് ആവശ്യമായുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടിയെത്താവുന്നതുമാണ്. പല കാര്യങ്ങളെയും നിങ്ങൾക്ക് ആകർഷിക്കുവാൻ സാധിക്കും. കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാനുള്ള അവസരങ്ങൾ തേടിയെത്തും. കൂടാതെ ഈ സമയം വിജയത്തിന് അനുകൂലമായ അവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നതാക്കുന്നു. സമൂഹത്തിൽ നിങ്ങൾ അംഗീകരിക്കപ്പെടുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അപ്രതീക്ഷിതമായ പ്രതിഫലങ്ങൾ നിങ്ങളെ തേടി എത്താവുന്നതാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രതിഭയും കഴിവുകളും തെളിയിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സമയമാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തിരിച്ചടികൾ വിഷമങ്ങൾ നേരിട്ടിരുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അതിൽ നിന്നും മാറ്റങ്ങൾ വന്നു ചേരും. കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ഇഷ്ടമുള്ളതായ പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് ചെയ്ത് തീർക്കുവാൻ സാധിക്കും. ആശ്വാസത്തിനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. കൂടാതെ ഈ സമയം അനുഗ്രഹങ്ങൾ വർദ്ധിക്കുന്ന സമയമാകുന്നു. നിങ്ങളെ പല തെറ്റുകളും നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും അത് തിരുത്തുവാനുമുള്ള അവസരങ്ങൾ വന്നു ചേരും. പൊതുവിൽ ഈ സമയം നിങ്ങളെ ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാകുന്നു. ധനപരമായ നേട്ടങ്ങളോ സന്തോഷകരമായ നിമിഷങ്ങളോ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും ജീവിതത്തിൽ സന്തോഷമോ സമാധാനമോ വർദ്ധിക്കാം. പ്രധാനമായും മനസ്സിനെ അലട്ടുന്നതായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കും.